എല്ലാം മര്യാദ നഷ്ടപ്പെട്ടു. ഞാൻ അതൊന്നും പോകുന്നില്ല. ഏതായിരുന്നാലും ഇതാണ് ഇപ്പൊ മുടിക്ക് നിങ്ങളെ കൂട്ടാൻ കൊണ്ടുവന്നത് എന്ന് ഇവരെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ ഇപ്പൊ തന്നത് നിങ്ങൾ ഇട്ട് കൊടുക്കുക. എന്താണ് ദീനെ സംബന്ധിച്ച വിവരം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു, അഥവാ നിങ്ങളെടുത്ത് മുടി ഷറഫാക്കപ്പെട്ട മുടി ഉണ്ട് തന്നെ വെക്കുക. എന്നാ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. ഈ കൊണ്ടുവന്ന ആള് കിട്ടിയ ആള് ശരിയല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിന് ഞങ്ങൾ നിങ്ങളെടുത്ത് ഉള്ളത് ശരിയല്ല എന്ന് പറയേണ്ട കാര്യമില്ല. അതിന്റെ ആവശ്യമില്ല. അതൊരു പണ്ഡിതോചിതമായ കാര്യമല്ല. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന കൂട്ടരുമല്ല. അതിന് കണക്കായിട്ട് ഞാൻ പറഞ്ഞത് എന്താ, ലോകത്ത് ഈ ഷെയർ മുബാറക്കിന്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഷെയർ മുബാറക്ക് കിടക്കുന്നത് തുർക്കിയിലാണ്. മുസ്തഫ കമാലിന്റെ നാട്ടിലാണ്. മുസ്തഫ കമാൽ എന്ന് പറഞ്ഞാൽ തുർക്കിയും അടക്കം. ഇന്ന് തുർക്കിയുടെ സ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും ചരിത്രം വായിക്കുന്ന മുഴുവൻ ആളുകൾക്കും പത്രം വായിക്കുന്ന ആളുകൾക്കും അറിയാം. പർദ്ദയിട്ട് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആ രാജ്യത്തെ ഇസ്ലാമിക സംസ്കാരം തൂത്തെറിയപ്പെട്ടു. ആ രീതിയിൽ തുടച്ചു നീക്കപ്പെട്ടു. ഇതിന്റെ ആള് മുസ്തഫ കമാലാണ്. എല്ലാ പരിഷ്കരണവും ദീനിൽ വരുത്തിയ ആള്. അയാൾക്ക് മഹത്വമുണ്ടോ? തുർക്കിയിൽ മുടിയുണ്ടെന്ന് വിചാരിച്ചിട്ട് അയാൾ ദീനദീൻ എന്ന് ഞാൻ പറഞ്ഞപ്പോ അത് തുർക്കിയിലാണ് ഏറ്റവും അധികം മുടി എന്ന് ഓരോന്നും നോക്കി മറുപടി പറയാൻ കാത്തു നിൽക്കുന്ന ചില ആളുകൾ, ഒരു അബ്ദുറഹ്മാൻ മുസ്ലിയാർ എനിക്ക് മറുപടി പറഞ്ഞു, അതൊന്ന് തുർക്കിയിലാണ്. മുടികളിൽ ഏറ്റവും കൂടുതൽ മുടി കിടക്കുന്നത് തുർക്കിയിലാണ്, മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ്. ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിൽ മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ് അയാൾ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് അത് ഏത് കിതാബിലാണ് ഉള്ളത്? അതിനെന്താ സനദ്? ഏറ്റവും കൂടുതൽ തുർക്കിയിലാണ് മുടിയുള്ളതെങ്കിൽ അതിന്റെ സനദ് എന്താണ്? ഏത് കിതാബിലാ ഉള്ളത്? അവിടെ എത്ര മുടിയുണ്ട് പറ. 35 മുടി. 35 മുടി സൂക്ഷിച്ച സ്ഥലം എന്റെ കയ്യിൽ കിതാബിനുണ്ട്. ഞാൻ ചോദിക്കുന്നത് തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾ പറഞ്ഞല്ലോ, ഏത് കിതാബിലാ ഉള്ളത്? അവിടെ എത്രയാ ഉള്ളത്? സനദ് വായിക്കും. സനദ് വായിക്കുക. 2 മറുപടി പിന്നെ ഇതുകൊണ്ട് തീർക്കുന്നൊന്നുമില്ല. വായിക്കട്ടെ. അടുത്തത് ഞാൻ പറയാ, കുസ്തന്തീനിയ 34 മുടി. ഞാൻ നേരത്തെ പറഞ്ഞ 35 അത് തിരിച്ചോ. 34 മുടി. അല്ലാസാറുൻ നബവിയ അഹ്മദ് തൈമൂർ ഗ്രന്ഥം നോക്കിക്കോ. നിങ്ങൾ പറഞ്ഞു കഴിയാന്ന് പിന്നെ ചോദിക്കണ്ട, ഇപ്പൊ തന്നെ പറഞ്ഞു. എന്റെ മുസ്ലിയാരെ, ഇമാതിരി പൊട്ടപ്പോയത്തോ ഇനിയെങ്കിലും പറയണം. മൊയ്ലാന്മാരെ പറയിക്കരുത്. ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഇയാൾക്ക് കുറച്ച് വിവരം ഉണ്ടെന്നുള്ളൊരു മതിപ്പനക്ക് ഉണ്ടായിരുന്നു. ഈ കുസ്തുന്തീനിയാന്ന് പറഞ്ഞത് തുർക്കിയാണ്. ഒരാള് പറയാ താജ്മഹൽ ഇന്ത്യയിലാണ് എന്ന് ഞാൻ പ്രസംഗിക്കുക. അതിന്റെ ക്ലിപ്പിടുക. എന്നിട്ട് പറയാ, ആരാ പറഞ്ഞേ താജ്മഹൽ ഇന്ത്യയിലാന്ന്? ആരാ പറഞ്ഞേ? ഡൽഹിയിലാണ്, ആഗ്രയിലാണ്. കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്ന കുസ്തുന്തീനിയ തുർക്കിയിലാണ്. അത് എനക്ക് മറുപടിയല്ല, എനക്ക് അനുകൂല. സമ്മതിച്ചു ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിലാണ് എന്ന് സമ്മതിച്ചു. അല്ലെങ്കിൽ ഇത് സനദിന്റെ ഈ പറയുന്ന പ്രധാന കാര്യത്തിന് ബന്ധിച്ച കാര്യമല്ല. ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനെ ഗണ്ണിക്കാൻ ശ്രമിച്ചു. എന്നാ അതുകൊണ്ടും തീർന്നില്ല. എത്രയാ പറഞ്ഞേ? 34. ആദ്യം 35 പറഞ്ഞു, പിന്നെ 34 പറഞ്ഞു. തിരുത്തിക്കോ, 35 തിരുത്തിക്കോ, 34 തിരുത്തിക്കോ. രണ്ടും അല്ല നിങ്ങൾ പറഞ്ഞ കിതാബിലുള്ളത്. 43 എന്ന് പറഞ്ഞാൽ 34 അല്ല മൊയിലാറെ, 43. അപ്പൊ തലക്കുന്നേ തുടങ്ങിക്കോ. 1ാം ക്ലാസ് മുതൽ 1 2 3 4 5 6 7 അങ്ങനെ അങ്ങ് 100 വരെ എണ്ണി പഠിക്കുക. എന്നിട്ട് പോരെ എന്നെയും ബഹാവത്തിയും മുലാറി അറിഞ്ഞു പഠിപ്പിക്കുന്നത്? പോരെ? അതുപോലെ 43 എവിടെ പഠിച്ചെന്നറിയോ? ഈ കിതാബ് അത് ഒന്ന് അദബ് കേട്. ആ അദബ് കേടിന്റെ കൂടെ മുഹമ്മദുൽ ഖാമിസിന്റെ അടുത്ത്, മുഹമ്മദ് ഖാമിസ് മുഹമ്മദ് 5-ാമൻ 5 എന്നല്ല, അത് കഴിഞ്ഞിട്ട് മുഹമ്മദുൽ ഖാമിസിന്റെ അടുത്ത് 43 ഷഅറത്തൻ മഹ്ഫൂദത്തൻ മഅൽ അമാനത്തിൽ മുബാറക എന്ന് പറയുന്നുണ്ട്. ഈ 43 ഖാമിസും 3 കൂടി ഒന്നിച്ച് കണ്ടപ്പോ മൂപ്പര് വിചാരിച്ചു അൽ ഖാമിസ് പറഞ്ഞ വേറെയാണ്, 43 വേറെയാണ്. അൽ ഖാമിസും മനസ്സിലായിട്ടില്ല, സലാസത്തും മനസ്സിലായിട്ടില്ല, 40 മനസ്സിലായിട്ടില്ല. എന്നിട്ടല്ലേ അല്ല് വിട്ടയിന്
കണ്ടോ, ഇതാണ് നിലവിലെ അവസ്ഥ. ഇയാളാണ് പോൽ അറബിക് കോളേജിന്റെ പ്രിൻസിപ്പാൾ. അവിടുത്തെ കുട്ടികളുടെ ഗതികൾ ആലോചിച്ചു. മൂപ്പരെന്നിട്ട് പഠിപ്പിക്കാൻ നടക്കാണ് എല്ലാവരും. പക്ഷേ ഇവരെ പഠിപ്പിക്കുന്ന അള്ളാന്റെ ദീൻ തകർത്തുകൊണ്ടാണ്. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് മുസ്ലിം സമൂഹം മനസ്സിലാക്കണം, 14 മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റപ്പെട്ടു പോയ ഒരു ഘട്ടത്തെ സംബന്ധിച്ച് ഹദീസിൽ നമുക്ക് കാണാം. എപ്പോഴാണതെന്നറിയുമോ? നബി സല്ലല്ലാഹു, റെക്കോർഡ് ചെയ്യാൻ പൂർത്തിയാകാത്ത ആൾക്കാർ വിഷമിക്കേണ്ട, CD കയ്യിൽ തരുന്നതാണ്, പേടിക്കേണ്ടതില്ല. അബൂമാന്റെ സഹോദരൻ മൂപ്പര് കുറെ റെക്കോർഡ് ചെയ്ത് കാസറ്റ് തീർന്നുപോയി, അതുകൊണ്ടാണ് അവ പേടിക്കേണ്ടത്. എന്നായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റപ്പെട്ടു പോയൊരു ഘട്ടം 14 മുമ്പുണ്ടായിട്ടുണ്ട്. എപ്പോഴാണെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് പോവുകയാണ്. വിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിന് വേണ്ടിയിട്ട് പോവുകയാണ്. ശത്രുക്കൾ മറുഭാഗത്ത് വന്ന് നിൽപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതോ തന്നോടൊപ്പം ഉണ്ടായിരുന്ന സഹാബത്തും കൂടിയിട്ട് ഉഹുദിന്റെ രണാങ്കണത്തിൽ പോയി നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് അതിൽ നിന്ന് 50ഓളം വരുന്ന ആളുകളെ വിളിച്ചേൽപ്പിക്കുകയാണ്. നിങ്ങൾ ഉഹുദ് മലയുടെ മുകളിൽ നിൽക്കണം കേട്ടോ എന്ന് പറഞ്ഞ് റസൂലുള്ള ഏൽപ്പിച്ചിട്ട് 50ഓളം അമ്പെയ്ത്തുകാരെ ഏൽപ്പിച്ച റസൂലുള്ള യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ മറുഭാഗത്ത് നിന്ന് ഖാലിദ് ഇബ്നു വലീദിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ കടന്നു വന്നിട്ട് മുസ്ലിം സമൂഹവുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതാ വിശ്വാസികൾ അടിവെച്ച് മുന്നേറുന്ന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ വിജയം വരിക്കുന്നു എന്ന് ഉറപ്പായ ഘട്ടത്തിൽ ആ ഖാലിദ് ഇബ്നു വലീദിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം പിന്തിരിഞ്ഞോടുന്ന ഘട്ടത്തിൽ 50ഓളം വരുന്ന അമ്പെയ്ത്തുകാർ മലയുടെ മുകളിൽ നിന്ന് താഴേക്കിറങ്ങി ഓടുകയാണ്. അവർ ഗനീമത്ത് സ്വത്ത് വാരിയെടുക്കാൻ നോക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഉഹുദിന്റെ രണാങ്കണത്തിൽ ആളുകൾ പിന്തിരിഞ്ഞോടിയ ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഒറ്റപ്പെട്ടു പോയ ആ സന്ദർഭത്തിൽ ആ മലകളാൽ ചുറ്റപ്പെട്ട ഉഹുദ് രണാങ്കണത്തിൽ നിന്നൊരു മലയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഓടിക്കേറുന്ന ഘട്ടത്തിൽ പ്രവാചകനോടൊപ്പം 12ഓളം വരുന്ന ആളുകൾ മാത്രം ബാക്കിയായ ഘട്ടം. ആ ഘട്ടത്തിൽ ശത്രുക്കൾ ഇതാ റസൂലുള്ളയെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിരോധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവിടെ ഒന്നുമില്ല, നിങ്ങൾ എന്താണ്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുകയാണ്. 12ഓളം വരുന്ന ആൾ റസൂലുള്ളയെ ചുറ്റി നിൽക്കുമ്പോ മുശ്രിക്കുകൾ മുന്നോട്ട് വരുന്നു. ആ ഘട്ടത്തിൽ റസൂലുള്ളക്ക് വേണ്ടിയിട്ട് ഓരോരുത്തര് പോയി യുദ്ധം ചെയ്തിട്ട് ആ 12 പേരിൽ 11 പേരും അവിടെ വെച്ച് ഷഹീദാവുകയാണ്. അവസാനം മഹാനായ തൽഹാ റളിയല്ലാഹു അൻഹു മാത്രം ബാക്കിയായ ഘട്ടത്തിൽ വീണ്ടും മുശ്രിക്കുകൾ മുന്നോട്ട് വരുന്ന ആ സന്ദർഭത്തിൽ ഇതാ മഹാനായ തൽഹാ റളിയല്ലാഹു അൻഹു രണാങ്കണത്തിലേക്ക് ഇറങ്ങിയിട്ട് മുശ്രിക്കുകളുമായി പടപൊരുതുന്നു, യുദ്ധം ചെയ്യുന്നു. എത്രത്തോളം എന്നറിയുമോ? അവസാനം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി വന്ന തൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ വിരലുകൾ മുറിഞ്ഞു പോവുകയാണ്. വിരലുകൾ മുറിഞ്ഞു വീണിട്ട് രക്തം പുറത്തേക്ക് ചീറ്റുകയാണ്. ആ രക്തമൊലിക്കുന്ന കൈയുമായി ഒറ്റയ്ക്ക് നിന്ന് അദ്ദേഹം പടനയിക്കുകയാണ്, യുദ്ധം ചെയ്യുകയാണ്. അവസാനം അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ശത്രുക്കളെ തുരത്തിയതിനു ശേഷം മടങ്ങി വരുന്ന ഘട്ടത്തിൽ മാറി നിന്നുകൊണ്ട് ശത്രുക്കൾ റസൂലുള്ളാഹിയെ നോക്കിയിട്ട് അമ്പെയ്യുകയാണ്. പ്രവാചകന്റെ നേരെ സരസരാ വരുന്ന ആ അമ്പുകൾ കാണുന്ന ഘട്ടത്തിൽ മഹാനായ തൽഹാ റളിയല്ലാഹു അൻഹു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. ഏതാണ് ആ വാചകം എന്നറിയുമോ? യാ നബിയല്ലാഹ് ബി അബി അന്ത വ ഉമ്മി, ഓ നബിയേ, എന്റെ ഉമ്മയേക്കാൾ എനിക്ക് വേണ്ടപ്പെട്ടവൻ നബിയെ താങ്കളാണ്. അതുകൊണ്ട് താങ്കൾ വിഷമിക്കണ്ട, താങ്കൾ പ്രയാസപ്പെടണ്ട. ലാ തുശ്രിഫ് യുസീബുക സഹമുൻ മിൻ സിഹാമിൽ ഖൗമി നഹരി ദൂന നഹരിക യാ നബിയല്ലാഹ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മഹാനായ തൽഹാ റളിയല്ലാഹു അൻഹു പറയാണ് നബിയോട്, നബിയെ, അങ്ങയുടെ ശരീരത്തിൽ ഒരു അമ്പ് പോലും തറക്കില്ല നബിയെ, കാരണം അങ്ങയുടെ നെഞ്ചിന് മീതെ തൽഹയുടെ നെഞ്ചുണ്ട് നബിയെ. ആ നെഞ്ചുകൊണ്ട് ഓരോ അമ്പും ഞാൻ ഏറ്റെടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 14 മുമ്പ് മഹാനായ തൽഹാ റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ മാന്യ മുസ്ലിമേ, ഇവിടെ ഇതാ പാതിരിമാർ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് റസൂലിന്റെ നേരെ അമ്പെയ്യുകയാണ്.
യുക്തിവാദികൾ അമ്പയുകയാണ്, പുരോഹിതന്മാർ അമ്പയുകയാണ്. ആരാന്റെ മുടി കൊണ്ടുവന്ന് റസൂലുള്ളാന്റെ മുടിയാണെന്ന് പറഞ്ഞ് റസൂലുള്ളയെ അപഹസിക്കുകയാണ്, അപമാനിക്കുകയാണ്. അതേ ഇവിടെ നാം മനസ്സിലാക്കണം. അതേ റസൂലുള്ള ജീവിച്ച കാലഘട്ടത്തിൽ തന്നെ മുസൈലിമത്തുൽ കദ്ദാബ് കടന്നു വന്നു, അബ്ഹറത്ത് ഇബ്നു കഅബ് എന്ന അസ്വദുൽ അൻസി കടന്നു വന്നു. അവര് പറഞ്ഞതെന്താ? അവര് നബിയാണെന്നാണ്, പ്രവാചകനാണെന്നാണ്. ഇന്ത്യ രാജ്യത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി കടന്നു വന്നു. അയാളും പറഞ്ഞത് ഞാൻ നബിയാണെന്നാണ്, പ്രവാചകനാണെന്നാണ്. നബിയല്ലാത്ത ഒരാൾ നബിയാണെന്ന് പറഞ്ഞപ്പോ മുസ്ലിം ലോകം അവരെ കദ്ദാബ് എന്നാ പറഞ്ഞത്. മുസൈലിമത്തുൽ കദ്ദാബ്, കള്ളപ്രവാചകൻ മുസൈലിമ. അസ്വദുൽ അൻസി അൽ കദ്ദാബ്, കള്ളനായ അസ്വദുൽ അൻസി. അതുപോലെ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി കള്ളനാണെന്നാ മുസ്ലിം സമുദായം പറഞ്ഞത്. എന്തുകൊണ്ട്? നബിയല്ലാത്ത ഒരാൾ നബിയാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ. എന്നാൽ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ ചെയ്യുന്നതോ, കാന്തപുരത്തിന്റെ അനുയായികൾ ചെയ്യുന്നതോ നബിയുടേതല്ലാത്ത ഒരു മുടി കൊണ്ടുവന്ന് വെച്ച് നബിയുടേതാണെന്ന് പറയുന്നു. നബിക്കുള്ള പ്രത്യേകതകൾ ആ മുടിക്കുണ്ടെന്ന് പറയുന്നു. ഏതുപോലെ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളം ചെയ്തതുപോലെ, അബ്ഹറത്തുൽ ഇബ്നു കഅബ് എന്ന അസ്വദുൽ അൻസി എന്ന കള്ളം ചെയ്തതുപോലെ, മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന കള്ളം ചെയ്തതുപോലെ ആരാന്റെ മുടി കൊണ്ടുവന്ന് വെച്ച് അള്ളാന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂലിനുള്ള പ്രത്യേകതകൾ മുടിക്കൊണ്ടെന്ന് വാദിക്കുമ്പോ മാന്യ സഹോദരങ്ങളെ അടങ്ങിയിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് മഹാനായ തങ്ങൾ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ പറയണം, നബിയേ ഈ പറയുന്ന ഒരു ആരോപണവും അങ്ങയിലേക്ക് ഞങ്ങൾ വിടില്ല നബിയേ. ഞങ്ങളുടെ നെഞ്ചുകൊണ്ട് അതിനെ നേരിടുക തന്നെ ചെയ്യും നബിയേ. വളരെ വ്യക്തമാണ്. അതുകൊണ്ട് മറുപടിക്കാർക്ക് മറുപടി പറയാൻ കൊതിയുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ പറയപ്പെട്ട കാര്യങ്ങൾക്കാണ് മറുപടി പറയേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഇല്ലാത്ത കുറെ ആരോപണങ്ങൾ നേരത്തെ പറഞ്ഞ വീണ്ടും വീണ്ടും ക്ലിപ്പിലൂടെ ഇട്ട് ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. പിന്നെ ചോദ്യം ചോദിക്കണം. ചോദ്യം ചോദിക്കാറുന്ന ഒരു ക്ഷാമമില്ല. ഞങ്ങൾ തുറന്ന വേദികൾ തന്നെ സംഘടിപ്പിച്ച സീഡികൾ, നന്ദി മുഖാമുഖം ഈ കഴിഞ്ഞ ദിവസം നടന്നതാ, മഞ്ചേരി മുഖാമുഖം ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് നടന്നതാ, ആറ്റിങ്ങൽ മുഖാമുഖം, നജീബ് സഖാഫി, സഖാഫികൾ കൂട്ടത്തോടെ വന്ന് ചോദിച്ച ആറ്റിങ്ങൽ മുഖാമുഖം, അതിന്റെയൊക്കെ സീഡി നന്നായി വാങ്ങിക്കാട്. മുഖാമുഖം നടത്തുന്ന ഞങ്ങൾ മുഖാമുഖം നടത്തും. കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ മുഖാമുഖം നടത്തി. അതുപോലെ തന്നെ അതിനപ്പുറം പയ്യന്നൂര് ഓപ്പൺ സ്റ്റേജ്, ഓപ്പൺ മുഖാമുഖം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എത്രയും ചോദിക്കാം, ചോദ്യം ചോദിക്കാൻ അവസരം കൊടുത്ത് മുഖാമുഖം. വാദപ്രതിവാദം ഈ അടുത്തല്ലേ തലശ്ശേരി വാദപ്രതിവാദം സീഡി ഉണ്ട്. ആ പൂതി ഒന്നും ഇങ്ങോട്ട് വേണ്ട. വാദപ്രതിവാദം നടത്തണം ആഗ്രഹമുള്ളെങ്കിലും വരാം, മാന്യമായി വരാം. റോഡിൽ നിന്ന് വെല്ലുവിളിക്കുക, ബഹളം വെക്കുക, ഊക്കി വിളിക്കുക, അങ്ങൊന്നും വേണ്ട. ഇത് അഡ്രസ്സുള്ള പ്രസ്ഥാന. ആ അഡ്രസ്സുള്ള പ്രസ്ഥാനത്തിന് ഓഫീസുണ്ട്, അവിടെ വരാം. നേതാക്കളുണ്ട്, അവിടെ വരാം. എന്നിട്ട് നിങ്ങൾ കൊണ്ടുവരൂ മുസ്ലിയാക്കന്മാരെ. ഞങ്ങൾ വാദപ്രതിവാദത്തിന് വാദപ്രതിവാദം, മുഖാമുഖത്തിന് മുഖാമുഖം, ഗണന പ്രസംഗത്തിന് ഗണന പ്രസംഗം. തരേണ്ട രൂപത്തിൽ തരേണ്ടടുത്ത് തരുന്നവരാണ് മുജാഹിദികൾ. ആദർശപരമായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി കാര്യങ്ങൾ പറയും, പ്രമാണബദ്ധമായി വിശദീകരിക്കും. കേൾക്കേണ്ടവൻ അത് കേൾക്കും, ബുദ്ധിയുള്ളവൻ അത് ചിന്തിക്കും, അള്ളാഹുവിനെ പേടിക്കുന്നവൻ അത് ഉൾക്കൊള്ളും. അങ്ങനെയാണ് ഈ പ്രസ്ഥാനം അതിന്റെ ജൈത്രയാത്ര തുടരുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പൗരോഹിത്യത്തിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് ഈ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബിന്റെ ദീനിന് വേണ്ടി വാദിക്കാൻ, ദീനിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകി നാഥൻ നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.